എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ചെന്നൈയിലെ ചരിത്രപ്രസിദ്ധമായ എം.എ. ചിദംബരം സ്റ്റേഡിയത്തിൽ IPL 2026 53ാമത്തെ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സും ലക്നൌ സൂപ്പർ ജയന്റ്സും നേർക്കുനേർ വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ അതൊരു തീപാറുന്ന പോരാട്ടമായി മാറി. മൈതാനത്ത് തിങ്ങിനിറഞ്ഞ ആയിരക്കണക്കിനു കാണികളുടെ ശ്വാസം നിലച്ചുപോകുന്ന തരത്തിൽ പ്രവചനാതീതമായ അനേകം വഴിത്തിരിവുകളിലൂടെയാണ് ഈ മത്സരം കടന്നുപോയത്. കടുത്ത ചൂടും പിച്ചിന്റെ സ്വഭാവവും കണക്കിലെടുത്ത് ടോസ് നേടിയ ചെന്നൈ സൂപ്പർ കിങ്സ് നായകൻ ഋതുരാജ് ഗേക്വാദ് ആദ്യം ബോൾ ചെയ്യാൻ തന്ത്രപരമായ തീരുമാനമെടുത്തു. തന്റെ നായകന്റെ തീരുമാനം ശരിയാണെന്ന് തെളിയിക്കാൻ ചെന്നൈ ബൌളർമാർ സർവവും മറന്ന് പന്തെറിഞ്ഞെങ്കിലും ലക്നൌവിന്റെ ഇന്നിംഗ്സ് തുറക്കാൻ ക്രീസിലെത്തിയ മിച്ചൽ മാർഷിന്റെയും ജോഷ് ഇംഗ്ലിസിന്റെയും മനസ്സിലിരിപ്പ് മറ്റൊന്നായിരുന്നു. ആദ്യ ഓവർ എറിയാനെത്തിയ അഖീൽ ഹുസൈനിനെതിരെ ജോഷ് ഇംഗ്ലിസ് തന്റെ നയം വ്യക്തമാക്കി. അഖീൽ പന്ത് അല്പം വായുവി ഉയർത്തിയെറിഞ്ഞപ്പോൾ ഇടതുകാൽ മുന്നോട്ട് വെച്ച് ഇംഗ്ലീഷ് ബൌളറുടെ തലയ്ക്കു മുകളിലൂടെ ഒരു കണ്ണഞ്ചിപ്പിക്കുന്ന സിക്സർ പറത്തി. അതേ ഓവറിൽ തന്നെ സ്വീപ്പിലൂടെയും പുള്ളിലൂടെയും 2 അതിവേഗ ഫോറുകൾ കൂടി നേടി ലക്നൌവിന് അദ്ദേഹം ഒരു കൊടുങ്കാറ്റ് പോലെയൊരു തുടക്കം സമ്മാനിച്ചു. രണ്ടാം ഓവറിൽ മുകേഷ് ചൌധരിയുടെ പന്തുകൾക്ക് നേരെയും ഇംഗ്ലീസിന്റെ ബാറ്റ് തീതുപ്പി. അവിശ്വസനീയമായ ഒരു റിവേഴ്സ് പാഡിൽ ഷോട്ടിലൂടെ പന്തിനെ തേർഡ് മാനിന് മുകളിലൂടെ 6 റൺസിനായി അദ്ദേഹം അതിർത്തി കടത്തി. ചെപ്പോക്കിലെ ചരിത്ര മൈതാനത്തിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിന്റെ ഇന്നിംഗ്സ് അതിന്റെ പ്രാരംഭഘട്ടത്തിലായിരിക്കെ 3ാം ഓവറിൽ യുവ ബൌളർ അൻഷുൽ കമ്പോജിനെതിരെ ഇതിഹാസ താരം മിച്ചൽ മാർഷ് തന്റെ ബാഹുബലത്തിന്റെ ഭയാനകമായ ഒരു പ്രകടനം പുറത്തെടുത്തു. കമ്പോജിന്റെ ഒരു ലെങ്ത് ബോൾ മുൻകൂട്ടി കണ്ട മാർഷ് തന്റെ സർവ്വശക്തിയും എടുത്ത് പന്തിനെ സ്റ്റേഡിയത്തിന്റെ അപ്പർ സ്റ്റാൻഡിലേക്ക് ഒരു കൂറ്റൻ സിക്സറിനായി പറത്തിവിട്ടു. ഈ ആവേശകരമായ ഓവറിൽ ജോഷ് ഇംഗ്ലിസും തന്റെ മാന്ത്രികത തുടർന്നു. തന്റെ അസാമാന്യ മെയ്വഴക്കം തെളിയിച്ചുകൊണ്ട് ഗംഭീരമായ ഒരു റിവേഴ്സ് പുൾ ഷോട്ടിലൂടെ പന്തിനെ മിന്നൽ വേഗത്തിൽ ബൗണ്ടറി കടത്തി. ഇരു ബാറ്റർമാരുടെയും ഈ പ്രഹരങ്ങളിൽ സ്റ്റേഡിയം ഒന്നാകെ ഇളകിമറിഞ്ഞു. രണ്ടാം ഓവർ എറിയാൻ മുകേഷ് ചൌധരി വീണ്ടും എത്തിയപ്പോൾ ഇംഗ്ലീഷ് ബൗണ്ടറികളുടെ ഒരു മഴ തന്നെ തീർത്തു. ചെന്നൈ ഫീൽഡർമാർ വെറും കാഴ്ചക്കാരായി പന്തിനു പിന്നാലെ പായുന്നത് മാത്രമാണ് അവിടെ കാണാനായത്. തന്റെ സാങ്കേതിക തികവും അതിബുദ്ധിയും ഉപയോഗിച്ച് ചിലപ്പോൾ റിവേഴ്സ് പാഡിലൂടെയും ചിലപ്പോൾ ക്ലാസിക് കവർ ഡ്രൈവിലൂടെയും അദ്ദേഹം റൺസ് അടിച്ചുകൂട്ടി. ഇംഗ്ലീഷ് മൈതാനത്തിന്റെ എല്ലാ ഭാഗത്തേക്കും അദ്ദേഹത്തിന്റെ ഇഷ്ടാനുസരണം ഷോട്ടുകൾ പായിച്ചതോടെ മുകേഷ് ചൌധരിയുടെ ലൈനും ലെങ്തും പൂർണ്ണമായും നഷ്ടപ്പെട്ടു. 5ാം ഓവറിൽ പരിചയസമ്പന്നനായ വെസ്റ്റ് ഇൻഡീസ് സ്പിന്നർ അഖീൽ ഹുസൈനിനെതിരെ ജോഷ് ഇംഗ്ലിസ് തന്റെ അവിശ്വസനീയവും ഗംഭീരവുമായ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയപ്പോൾ ആവേശം അതിന്റെ കൊടുമുടിയിലെത്തി. ഇത് വെറുമൊരു 50 ആയിരുന്നില്ല, മറിച്ച് ചെന്നൈയുടെ ചുട്ടുപൊള്ളുന്ന ഉച്ചതിരിഞ്ഞ സമയത്ത് ലക്നൌവിന്റെ ഇച്ഛാശക്തിയുടെ വിളംബരമായിരുന്നു. ഈ സീസണിലെ തന്റെ ആദ്യ അർദ്ധ സെഞ്ചുറി തികച്ചും ആക്രമണാത്മകവും നിർഭയവുമായ ശൈലിയിലാണ് ഇംഗ്ലീഷ് ആഘോഷിച്ചത്. 50 തികഞ്ഞതിനു ശേഷവും തന്റെ ആക്രമണത്തിന് അല്പം പോലും അയവ് വരുത്താതെ അതേ ഓവറിൽ തന്നെ മറ്റൊരു കൂറ്റൻ സിക്സറും ഒരു തകർപ്പൻ ഫോറും അദ്ദേഹം നേടി. ഇംഗ്ലീസിന്റെ ഈ പ്രഹരങ്ങൾ ലക്നൌ സ്കോർബോർഡിന് ഒരു റോക്കറ്റിന്റെ വേഗമാണ് നൽകിയത്. ബാറ്റർമാരെ വിരൽത്തുമ്പിൽ നൃത്തം വയ്പ്പിക്കാറുള്ള അഖീൽ ഹുസൈനിന്റെ സ്പിൻ മാന്ത്രികത ഇന്ന് ഇംഗ്ലീസിന് മുന്നിൽ പൂർണ്ണമായും നിഷ്ഫലവും ദിശാബോധവുമായി മാറി. ലക്നൌ എന്ന ചെപ്പോക്കിൽ തകർക്കാനാവാത്ത ഒരു ചരിത്ര സ്കോർ പടുത്തുയർത്തുമെന്ന് തോന്നിപ്പിച്ചു. എന്നാൽ ക്രിക്കറ്റിലെ അനിശ്ചിതത്വത്തിന്റെ യഥാർത്ഥ നിറം അപ്പോഴാണ് വെളിവായത്. എല്ലാം ലക്നൌവിന് അനുകൂലമാണെന്ന് തോന്നിയ ആ നിമിഷത്തിൽ ഇന്നിംഗ്സിന്റെ 6ാം ഓവറിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് അവർ കാത്തിരുന്ന ആ നിർണായക വിക്കറ്റ് ലഭിച്ചു. ക്യാപ്റ്റൻ ഋതുരാജും ബൌളർമാരും ഏറെ നേരം പരിശ്രമിച്ചിട്ടും കിട്ടാതിരുന്ന ആ വിക്കറ്റ് യുവതാരം അൻഷുൽ കമ്പോജ് തന്റെ തന്ത്രപരമായ ബൌളിംഗിലൂടെ നേടിയെടുത്തു. അപകടകാരിയായ മിച്ചൽ മാർഷിനെ കമ്പോജ് തന്റെ വലയിലാക്കി. നേരത്തെ തന്നെ ആക്രമണ മൂഡിലായിരുന്ന മാർഷ് കമ്പോജിന്റെ ലെങ്ത് ബോൾ തന്റെ ശാരീരിക ശക്തി ഉപയോഗിച്ച് ഉയർത്തിയടിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇത്തവണ ഭാഗ്യം അദ്ദേഹത്തെ തുണച്ചില്ല. പന്തിന്റെ വേഗത്തിൽ വഞ്ചിതനായ മാർഷ് പന്തിനെ ബാറ്റിന്റെ മധ്യത്തിൽ കൊള്ളിക്കാനായില്ല. ഫലമോ പന്ത് ബൗണ്ടറി കടക്കുന്നതിനു പകരം വായുവിൽ ഉയർന്നു പൊങ്ങി. ശ്വാസം അടക്കിപ്പിടിച്ച് സ്റ്റേഡിയം ഒന്നാകെ ആ പന്ത് താഴേക്ക് വരുന്നത് നോക്കി നിന്നു. ലോങ് ഓണിൽ അതീവ ജാഗ്രതയോടെ നിന്നിരുന്ന ഡെവാൾഡ് ബ്രെവിസ് ഒരു പിഴവും കൂടാതെ അനായാസം ആ ക്യാച്ച് കൈപ്പിടിയിലെടുത്തു. മാർഷിന്റെ ഈ പെട്ടെന്നുള്ള മടക്കം ലക്നൌവിന്റെ റൺ വേട്ടയ്ക്ക് തടയിടുകയും മൈതാനത്തിലെ ആയിരക്കണക്കിന് ചെന്നൈ ആരാധകരിൽ പുതിയ ഊർജ്ജവും ആവേശവും നിറയ്ക്കുകയും ചെയ്തു. സ്റ്റേഡിയം മുഴുവൻ CSK എന്ന മന്ത്രണത്താൽ മുഖരിതമായി. ചെപ്പോക്കിലെ ചെന്നൈയുടെ തിരിച്ചടി അവിടെ അവസാനിച്ചില്ല. തൊട്ടടുത്ത 7ാം ഓവറിൽ ക്യാപ്റ്റൻ ഋതുരാജ് ഗേക്വാദ് ഒരു മാസ്റ്റർ സ്ട്രോക്ക് കളിച്ചു. പന്ത് സ്പിൻ മാന്ത്രികൻ നൂർ അഹമ്മദിനെ ഏൽപ്പിച്ചു. തന്റെ ആദ്യ ഓവറിലെ ആദ്യത്തെ മാന്ത്രിക പന്തിൽ തന്നെ ലോകത്തിലെ ഏറ്റവും സ്ഫോടനാത്മക ബാറ്റർമാരിൽ ഒരാളായ നിക്കോളാസ് പൂരനെ നൂർ പൂർണ്ണമായും കബളിപ്പിച്ചു. സമ്മർദ്ദം ഒഴിവാക്കാൻ ഒരു വലിയ ആക്രമണ ഷോട്ടിന് മുതിർന്ന പൂരന്റെ ബാറ്റിന്റെ ഔട്ട്സൈഡ് എഡ്ജിൽ തട്ടിയ പന്ത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ഫീൽഡർ സർഫറാസ് ഖാന്റെ സുരക്ഷിതമായ കൈകളിൽ വിശ്രമിച്ചു. വെറും 1 റൺസ് മാത്രം നേടിയ പൂരൻ നിരാശയോടെ തലകുനിച്ചു പവലിയനിലേക്ക് മടങ്ങി. ഈ 2 തുടർച്ചയായ പ്രഹരങ്ങൾ ലക്നൌവിനെ ബാക്ക് ഫൂട്ടിലാക്കുകയും ചെന്നൈ വീണ്ടും മത്സരത്തിൽ പിടിമുറുക്കുകയും ചെയ്തു. മത്സരത്തിന്റെ ഏറ്റവും ആവേശകരവും രോമാഞ്ചകരവുമായ വഴിത്തിരിവ് വരാനിരുന്നതേയുള്ളൂ. ലോകോത്തര ബൌളർമാരെ വിറപ്പിച്ചുകൊണ്ട് ജോഷ് ഇംഗ്ലിസ് തന്റെ തീപ്പൊരി ബാറ്റിംഗ് തുടരുകയായിരുന്നു. നൂർ അഹമ്മദിനെയും ജാമി ഓവർട്ടനെയും ലക്ഷ്യമിട്ട് അദ്ദേഹം മൈതാനത്തിന്റെ നാനാഭാഗത്തേക്കും ബൗണ്ടറികൾ പായിച്ചു. എന്നാൽ 10ാം ഓവറിൽ പേസർ ജാമി ഓവർട്ടൻ എറിഞ്ഞ ഒരു സ്പെൽ മത്സരത്തിന്റെ ഗതിയെയും വികാരങ്ങളെയും ഒറ്റയടിക്ക് മാറ്റിമറിച്ചു.
അതിവേഗത്തിൽ കുതിച്ചുകൊണ്ടിരിക്കുന്ന ജോഷ് ഇംഗ്ലിസിനെ ഓവർടൺ തന്റെ വേഗത്താൽ കീഴടക്കി. ഒരു പാഡിൽ ഷോട്ടിന് ശ്രമിച്ച ഇംഗ്ലിസിന്റെ ബാറ്റിന്റെ ഇൻസൈഡ് എഡ്ജിൽ തട്ടിയ പന്ത് വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ തന്റെ ഇടതുവശത്തേക്ക് ഒരു പുലിയെപ്പോലെ ഡൈവ് ചെയ്ത് അവിശ്വസനീയമായ രീതിയിൽ കൈക്കലാക്കി. ആ വിനാശകരമായ ഇന്നിംഗ്സിന്റെ അന്ത്യം കണ്ട് ലക്നൌ ക്യാമ്പ് സ്തബ്ധരായിപ്പോയി. ഓവർടണിന്റെ താണ്ഡവം അവിടെ തീർന്നുമില്ല. അതേ ഓവറിലെ അടുത്ത പന്തുകളിൽ ലക്നൌ ക്യാപ്റ്റനും വിശ്വസ്തനുമായ ഋഷഭ് പന്തുരിയും അദ്ദേഹം ഇരയാക്കി. പന്തിന്റെ വേഗം ഉപയോഗിച്ച് തേർഡ് മാനിലേക്ക് തിരിച്ചുവിടാൻ ശ്രമിച്ച പന്ത് പിഴച്ചു. ഓവർടണിന്റെ പന്തിലെ അധിക ബൗൺസും വേഗവും ചേർന്ന് ബാറ്റിന്റെ ഉള്ളിലുരഞ്ഞ് പന്ത് നേരെ സ്റ്റമ്പിലേക്ക് ഇടിച്ചുകയറി. പന്ത് ക്ലീൻ ബൗൾഡായി. കൂറ്റൻ സ്കോറിലേക്ക് കുതിച്ചുകൊണ്ടിരുന്ന ലക്നൌ പെട്ടെന്ന് വൻ തകർച്ചയെ നേരിട്ടു. 13-ാം ഓവറിൽ എയ്ഡൻ മാർക്രവും അക്ഷത് രഘുവംശിയും തമ്മിലുള്ള ആശയക്കുഴപ്പത്തിന് തുടർന്നുണ്ടായ നിർഭാഗ്യകരമായ ഒരു റണ്ണൌട്ട് ലക്നൌവിന്റെ ദുരിതം വർദ്ധിപ്പിച്ചു. ഡീപ് ബൗണ്ടറിയിൽ നിന്നിരുന്ന ഡെവാൾഡ് ബ്രവിസ് ഒരു മിന്നൽ ത്രോയിലൂടെ പന്ത് സ്റ്റമ്പിലെത്തിക്കുമ്പോൾ മാർക്രം ക്രീസിനേറെ പുറത്തായിരുന്നു. അതിനുശേഷം യുവതാരം അക്ഷത് രഘുവംശി ഒറ്റയ്ക്ക് പോരാടാൻ ശ്രമിച്ചു. മുകേഷ് ചൌധരിയെ ഒരു ഗംഭീര 4 അടിക്കുകയും ചെയ്തു. എന്നാൽ അന്ന് ഭാഗ്യം ചെന്നൈക്കൊപ്പമായിരുന്നു. 15-ാം ഓവറിൽ ജാമി ഓവർടൺ വീണ്ടും തന്റെ മൂർച്ചയേറിയ ബൌളിംഗ് മികവ് തെളിയിച്ചു. വളരെ തന്ത്രപരമായ ഒരു സ്ലോവർ ബോളിലൂടെ അദ്ദേഹം അക്ഷത് രഘുവംശിയെ പൂർണ്ണമായും കബളിപ്പിച്ചു. ഷോട്ട് നേരത്തെ കളിച്ച രഘുവംശിയുടെ പന്ത് നേരെ മിഡ് ഓഫിന് മുകളിൽ നിന്ന് ഉർവിൽ പട്ടേലിന്റെ കൈകളിലേക്ക് എളുപ്പമുള്ള ക്യാച്ചായി പറന്നിറങ്ങി. ലക്നൌവിന് ലഭിച്ച ഏറ്റവും വേദനിപ്പിക്കുന്ന 6ാമത്തെ പ്രഹരമായിരുന്നു ഇത്. 15 ഓവർ പിന്നിടുമ്പോൾ ലക്നൌ സൂപ്പർ ജയന്റ്സ് 6 വിക്കറ്റിന് 154 റൺസ് എന്ന നിലയിലായിരുന്നു. ഇംഗ്ലീസിന്റെ ആ ധീരമായ ഇന്നിംഗ്സിന് ശേഷവും ലക്നൌവിന്റെ മധ്യനിര ചെന്നൈയുടെ അച്ചടക്കമുള്ള ബൌളിംഗിന് മുന്നിൽ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു. 15 ഓവർ അവസാനിക്കുമ്പോൾ ക്രീസിൽ ഹിമ്മത് സിംഗും ഷഹബാസ് അഹമ്മദുമായിരുന്നു. അവർക്ക് ടീമിനെ മാന്യമായ ഒരു സ്കോറിലെത്തിക്കേണ്ട വലിയ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. 16-ാം ഓവർ എറിയാൻ അഫ്ഗാനിസ്ഥാന്റെ നൂർ അഹമ്മദ് എത്തിയപ്പോൾ തന്നെ വലിയൊരു നാടകം അരങ്ങേറി. ആദ്യ പന്തിൽ ഷഹബാസിനെതിരെ ശക്തമായ ഒരു LBW അപ്പീലുണ്ടായി. പന്ത് അതിവേഗത്തിൽ ഉള്ളിലേക്ക് സ്പിൻ ചെയ്ത് ഷഹബാസിന്റെ പാഡിൽ പതിച്ചു. ചെന്നൈ നായകൻ സഞ്ജു സാംസൺ വളരെ ആത്മവിശ്വാസത്തോടെ റിവ്യൂ എടുത്തു. എന്നാൽ റീപ്ലേകളിൽ പന്ത് ലെഗ് സ്റ്റമ്പിന്റെ പുറത്തെ ഭാഗത്ത് ഉരസിപ്പോകുന്നതായി കാണിച്ചു. അമ്പയർസ് കോൾ കാരണം ഷഹബാസ് രക്ഷപ്പെട്ടു. ചെന്നൈയുടെ റിവ്യൂ നഷ്ടപ്പെട്ടില്ലെങ്കിലും അവർക്ക് വിക്കറ്റ് ലഭിച്ചില്ല. നൂറിന്റെ ആ ഓവർ ലക്നൌ ബാറ്റർമാരെ വലിയ സമ്മർദ്ദത്തിലാക്കി. മത്സരം അതിന്റെ അന്തിമവും നിർണായകവുമായ ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ ചെന്നൈ ആരാധകർ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതൊന്നാണ് ലക്നൌ ബാറ്റർമാർ കാട്ടിക്കൂട്ടിയത്. 17-ാം ഓവറിൽ യുവ പേസർ അൻഷുൽ കമ്പോജ് എത്തിയപ്പോൾ ഹിമ്മത് സിംഗ് തന്റെ കരുത്ത് തെളിയിച്ചു. ബാറ്ററെ കൊടുക്കാൻ കമ്പോജ് നൽകിയ ഓഫ് സ്റ്റമ്പിന് പുറത്തെ പന്ത് മിന്നൽ വേഗത്തിൽ കവറിലൂടെ ഒരു വെടിയുണ്ട പോലെ അതിർത്തി കടത്തി. 18-ാം ഓവറിൽ മുകേഷ് ചൌധരിക്കെതിരെ ഷഹബാസിന്റെ രൗദ്രഭാവമാണ് കണ്ടത്. സമ്മർദ്ദത്താൽ മുകേഷ് എറിഞ്ഞ ഒരു ലോ ഫുൾ ടോസിനെ ഒട്ടും സമയം കളയാതെ മുട്ടുകുത്തി നിന്നുകൊണ്ട് ഷഹബാസ് സ്ക്വയർ ലെഗിലൂടെ സ്റ്റേഡിയത്തിന്റെ അപ്പർ സ്റ്റാൻഡിലേക്ക് ഒരു പടുകൂറ്റൻ സിക്സറിനായി പറത്തിവിട്ടു. ഈ ഒറ്റ ഷോട്ട് ലക്നൌ ക്യാമ്പിൽ പുതിയൊരു ഊർജ്ജം നിറച്ചു. 19-ാം ഓവറിൽ ജാമി ഓവർടൺ പന്തെറിഞ്ഞാനെത്തിയെങ്കിലും ആ ഓവർ പൂർണ്ണമായും ഷഹബാസിന്റേതായിരുന്നു. ആദ്യ പന്തിലെ സ്ലോ ബൗൺസറിനെ വളരെ സമർത്ഥമായി ബാക്ക്വേർഡ് പോയിന്റിന് മുകളിലൂടെ 4 അടിച്ച ഷഹബാസ് അടുത്ത പന്തിൽ ലൈനും ലെങ്തും മാറ്റിയ ഓവർടണിനെ മിഡ് ഓഫിന് മുകളിലൂടെ അതിമനോഹരമായി സിക്സർ പരത്തി. 4-ാം പന്തിൽ ഓവർടണിന്റെ വേഗം ഉപയോഗിച്ച് പന്ത് വിക്കറ്റ് കീപ്പർക്ക് പിന്നിലൂടെ തേർഡ് മാനിലേക്ക് കടത്തിവിട്ടു. ഈ ചരിത്ര ഓവറിലൂടെ ഷഹബാസ് ലക്നൌ സ്കോർ 190 കടത്തി. അവസാനത്തെ 20-ാം ഓവർ എറിയാൻ അൻഷുൽ കമ്പോജ് എത്തിയപ്പോൾ IPL മത്സരത്തിന്റെ എല്ലാ നാടകീയതയും ആവേശവും അവിടെ നിറഞ്ഞു. 3-ാം പന്തിൽ ഷഹബാസ് വീണ്ടും വായുവിൽ ഉയർത്തിയടിച്ചപ്പോൾ ജാമി ഓവർടൺ വളരെ സാധാരണമായ ഒരു ക്യാച്ച് കൈവിട്ടുകളഞ്ഞു. ഷഹബാസിന് അതൊരു വലിയ ജീവദാനമായി. എന്നാൽ തൊട്ടടുത്ത പന്തിൽ അവിശ്വസനീയമായ ഒരു തിരിച്ചുവരവ് നടത്തിയ കമ്പോജ് തീ തുപ്പുന്ന ഒരു കൃത്യമായ യോർക്കറിലൂടെ ഹിമ്മത് സിംഗിനെ ക്ലീൻ ബൗൾഡാക്കി. ലെഗ് സ്റ്റമ്പിലേക്ക് മാറി സ്ഥലം കണ്ടെത്താൻ ശ്രമിച്ച ഹിമ്മത് സിംഗിന്റെ കാലുകൾക്കിടയിലൂടെ പന്ത് മിന്നൽ വേഗത്തിൽ സ്റ്റമ്പ് തെറിപ്പിച്ചു. അടുത്ത പന്തിൽ പരിചയസമ്പന്നനായ മുഹമ്മദ് ഷമി ക്രീസിലെത്തി. ഷഹബാസിന് സ്ട്രൈക്ക് നൽകാനുള്ള വ്യഗ്രതയിൽ ആത്മഹത്യകരമായ ഒരു റണ്ണിനോടിയ ഷമി ദൗർഭാഗ്യവശാൽ റണ്ണൌട്ടായി. സഞ്ജു സാംസന്റെ മിന്നൽ ത്രോയിൽ കമ്പോജ് സ്റ്റമ്പുകൾ ഇളക്കുമ്പോൾ ഷമി ക്രീസിൽ നിന്ന് 5-6 വാര അകലെയായിരുന്നു. എന്നാൽ ഇന്നിംഗ്സിന്റെ അവസാന പന്തിൽ സംഭവിച്ചത് ചെപ്പോക്കിലെ നിശബ്ദത ഒന്നുകൂടി വർദ്ധിപ്പിച്ചു. കമ്പോജിന്റെ അവസാന പന്ത് സർവ്വശക്തിയും എടുത്ത് ലോങ് ഓണിന് മുകളിലൂടെ കാണികൾക്കിടയിലേക്ക് ഒരു പടുകൂറ്റൻ സിക്സറായി ഷഹബാസ് പരത്തിവിട്ടു. ഈ അന്തിമ പ്രഹരത്തോടെ നിശ്ചിത 20 ഓവറിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് നിശ്ചിതവും പർവ്വത സമാനവുമായ ഒരു കൂറ്റൻ സ്കോർ പടുത്തുയർത്തി. എന്നാൽ ലക്നൌ ഉയർത്തിയ 204 റൺസ് എന്ന ഹിമാലയൻ ലക്ഷ്യത്തിനു മുന്നിൽ ചെന്നൈ പതരുമെന്ന് കരുതിയവർക്ക് തെറ്റി. സ്വന്തം തട്ടകത്തിൽ 10,000 വരുന്ന മഞ്ഞക്കടലിനെ സാക്ഷിയാക്കി ചെന്നൈ സൂപ്പർ കിങ്സ് തങ്ങളുടെ മറുപടി ബാറ്റിംഗ് ആരംഭിച്ചു. പരിചയസമ്പന്നനായ മുഹമ്മദ് ഷമി എറിഞ്ഞ ആദ്യ ഓവറിലെ 2-ാം പന്തിൽ തന്നെ വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ തന്റെ ഇംഗിതം വ്യക്തമാക്കി. ലെഗ് സൈഡിലേക്ക് ആംഗിൾ ചെയ്തു വന്ന ഷമിയുടെ ഷോർട്ട് ബോൾ കൃത്യമായി ലൈൻ മനസ്സിലാക്കി സഞ്ജു ഫൈൻ പുള്ളിലൂടെ അതിർത്തി കടത്തിക്കൊണ്ട് വേട്ടയ്ക്ക് തുടക്കമിട്ടു. തൊട്ടു പിന്നാലെ ക്യാപ്റ്റൻ ഋതുരാജ് ഗേക്വാദും താൻ ഒട്ടും പിന്നിലല്ലെന്ന്
സാധ്യമല്ലെന്ന് തെളിയിച്ചു. ഷമിയുടെ വൈഡ് ഡെലിവറി പോയിന്റ് ഫീൽഡറെ കാഴ്ചക്കാരനാക്കി ഋതുരാജ് സ്ക്വയർ കട്ടിലൂടെ ബൗണ്ടറി കടത്തി. രണ്ടാം ഓവർ എറിയാനെത്തിയ പ്രിൻസ് യാദവിനെയും ഇരുവരും വെറുതെ വിട്ടില്ല. യാദവിന്റെ ആദ്യ പന്ത് തന്നെ സഞ്ജു സ്ക്വയർ ലെഗിന് മുകളിലൂടെ ഗ്യാലറിയിൽ എത്തിച്ചപ്പോൾ അതേ ഓവറിലെ 4ാം പന്തിൽ ഋതുരാജ് ലോങ് ലെഗിലൂടെ മറ്റൊരു പടുകൂറ്റൻ സിക്സർ പറത്തി സ്റ്റേഡിയത്തെ പ്രകമ്പനം കൊള്ളിച്ചു. ഷമിയുടെ 3ാം ഓവറിൽ സഞ്ജുവിന്റെ ക്ലാസിക് ഡ്രൈവ് വൈഡ് മിഡ് ഓഫിന് മുകളിലൂടെ അതിർത്തി തൊട്ടപ്പോൾ ഋതുരാജ് മിഡ് വിക്കറ്റിലൂടെ മറ്റൊരു മനോഹരമായ 4 നേടി ചെന്നൈക്ക് സ്വപ്നതുല്യമായ തുടക്കം സമ്മാനിച്ചു. എന്നാൽ 4ാം ഓവറിൽ ദിഗ്വേഷ് സിംഗ് റാഠി ലക്നൌവിന് ഒരു ആശ്വാസം നൽകി. റാഠിയെ ഒരു 4ഉം ഒരു കൂറ്റൻ സിക്സറും അടിച്ച് വരവേറ്റ സഞ്ജു സാംസൺ അടുത്ത പന്തിൽ ക്ലീൻ ബൗൾഡായി. വളരെ വേഗത്തിൽ കുതിച്ചെത്തിയ പന്ത് കട്ട് ചെയ്യാനോ പുള്ള് ചെയ്യാനോ കഴിയാതെ സഞ്ജുവിനെ ആശയക്കുഴപ്പത്തിലാക്കി മിഡിൽ സ്റ്റമ്പ് പിഴുതെറിഞ്ഞു. റാഠി വലിയ ആഘോഷങ്ങളില്ലാതെ കൈ ഉയർത്തി ചിരിച്ചുകൊണ്ട് മടങ്ങിയപ്പോൾ ചെപ്പൂക്ക് ഒരു നിമിഷം നിശബ്ദമായി. സഞ്ജുവിന്റെ മടക്കത്തോടെ 3ാമനായി ക്രീസിലെത്തിയത് ഉർവിൽ പട്ടേലായിരുന്നു. പിന്നീട് അങ്ങോട്ട് ചെപ്പൂക്ക് സാക്ഷ്യം വഹിച്ചത് IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിനാശകരവും അത്ഭുതകരവുമായ ഒരു ഇന്നിംഗ്സിനാണ്. 5ാം ഓവറിൽ അവേഷ് ഖാനെതിരെ ഋതുരാജ് ഒരു കൂറ്റൻ സിക്സർ പറത്തിയതിനു പിന്നാലെ ഉർവിലും തന്റെ സംഹാരതാണ്ഡവം തുടങ്ങി. അവേഷ് ഖാന്റെ അവസാന പന്തുകളിൽ ബാക്ക് ടു ബാക്ക് സിക്സറുകൾ പറത്തി ഉർവിൽ ആ ഓവറിൽ നിന്നും മാത്രം ചെന്നൈ അക്കൗണ്ടിലേക്ക് 25 റൺസ് കൂട്ടിച്ചേർത്തു. ലക്നൌ ബൌളർമാർ അക്ഷരാർത്ഥത്തിൽ വിറച്ചുപോയി. 6ാം ഓവറിൽ ദിഗ്വേഷ് സിംഗ് റാഠിക്കെതിരെയായിരുന്നു ഉർവിലിന്റെ അടുത്ത ആക്രമണം. സിക്സർ 4 വീണ്ടും ഒരു 98 മീറ്റർ കൂറ്റൻ സിക്സർ. നേരിട്ട ആദ്യ 6 പന്തിൽ 5 എണ്ണവും ഉർവിൽ അതിർത്തിക്ക് പുറത്താണെത്തിച്ചത്. ഈ സമയം ലക്നൌ ക്യാപ്റ്റൻ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു. 7ാം ഓവറിലെ 2ാം പന്തിൽ ഉർവിൽ പട്ടേൽ ഒരൊറ്റ റൺസ് ഓടിയെടുത്തപ്പോൾ MA ചിദംബരം സ്റ്റേഡിയം ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. വെറും 13 പന്തിൽ നിന്നാണ് ഉർവിൽ തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയത്. IPL ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ അർദ്ധ സെഞ്ചുറിക്കൊപ്പമാണ് ആ യുവാവ് നടന്നെത്തിയത്. എന്നാൽ ആ ആഘോഷം വളരെ വികാരനിർഭരമായിരുന്നു. പ്രാർത്ഥനാപൂർവ്വം കൈകൾ കൂപ്പിയ ശേഷം തന്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ കടലാസ് കഷ്ണം ഉർവിൽ പുറത്തെടുത്തു. അതിൽ തന്റെ മാതൃഭാഷയായ ഗുജറാത്തിയിൽ കുറച്ചു വരികളും ഒപ്പം വ്യക്തമായി ഇങ്ങനെയും എഴുതിയിരുന്നു: ഇത് നിങ്ങൾക്കുള്ളതാണ് അച്ഛ. സ്നേഹവും സമർപ്പണവും നിറഞ്ഞ ആ നിമിഷം ഗാലറിയിലെ ഓരോരുത്തരുടെയും കണ്ണുകളെ ഈറനണിയിച്ചു. അർദ്ധ സെഞ്ചുറിക്ക് ശേഷവും ഉർവിൽ തന്റെ ആക്രമണം തുടർന്നു. ഷഹബാസ് അഹമ്മദിന്റെ ഓവറിൽ അതിവേഗത്തിലുള്ള ഒരു കവർ ഡ്രൈവിലൂടെ 4ഉം പിന്നാലെ ഡീപ് ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിലൂടെ മറ്റൊരു പടുകൂറ്റൻ സിക്സറും അദ്ദേഹം നേടി. ലക്നൌ ബൌളർമാർക്ക് ഉർവിലിന് മുന്നിൽ യാതൊരു മറുപടിയുമില്ലായിരുന്നു. അവസാനം 10ാം ഓവറിൽ ഷഹബാസ് അഹമ്മദിന്റെ ഒരു സ്ലോവർ ഡെലിവറിയിൽ എക്സ്ട്രാ കവറിന് മുകളിലൂടെ അടിക്കാനുള്ള ഉർവിലിന്റെ ആശ്രമം അവീഷ് ഖാന്റെ കൈകളിൽ അവസാനിച്ചു. വെറും 23 പന്തിൽ 8 കൂറ്റൻ സിക്സറുകളും 2 4ഉം അടക്കം 282.69 പ്രഹരശേഷിയിൽ 65 റൺസ് അടിച്ചുകൂട്ടിയ ആ കൊടുങ്കാട്ട് മടങ്ങുമ്പോൾ സ്റ്റേഡിയം മുഴുവൻ എഴുന്നേറ്റ് നിന്ന് ആദരം നൽകി. ഉർവിൽ മടങ്ങുമ്പോൾ ചെന്നൈ വിജയത്തിന് വളരെ അടുത്തായിരുന്നു. തുടർന്ന് ക്രീസിലെത്തിയ കാർത്തിക് ശർമ്മ ഋതുരാജ് ഗേക്വാദിന് ഉറച്ച പിന്തുണ നൽകി. 11ാം ഓവറിൽ അവേഷ് ഖാന്റെ ഒരു ബൗൺസർ കാർത്തിക് ശർമ്മ ഒഴിവാക്കിയപ്പോൾ അമ്പയർ അത് വൈഡ് വിളിച്ചു. എന്നാൽ ലക്നൌ അത് റിവ്യൂ ചെയ്തു. റീപ്ലേകളിൽ കാർത്തിക്കിന്റെ ഉയരവും പന്തിന്റെ ഉയരവും തുല്യമാണെന്ന് കണ്ടതിനെ തുടർന്ന് ആ വൈഡ് തീരുമാനം പിൻവലിക്കപ്പെട്ടു. നായകൻ ഋതുരാജ് അമ്പയറുമായി സൗമ്യമായി സംസാരിക്കുന്നതും ഇതിനിടെ കാണാമായിരുന്നു. 13 ഓവറുകൾ പിന്നിടുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് 2 വിക്കറ്റ് നഷ്ടത്തിൽ 150 റൺസിന് മുകളിൽ എന്ന അതിശക്തമായ നിലയിലായിരുന്നു. ഉർവിൽ പട്ടേൽ ഒറ്റയ്ക്ക് സൃഷ്ടിച്ച ആ സ്ഫോടനം ലക്നൌവിന്റെ വിജയപ്രതീക്ഷകളെ വേരോടെ പിഴുതെറിഞ്ഞിരുന്നു. അവശേഷിക്കുന്ന റൺസ് വളരെ അനായാസം തന്നെ ചെന്നൈ ബാറ്റ്സ്മാൻമാർ ചേർന്ന് അടിച്ചെടുത്തു. അങ്ങനെ ലക്നൌ ഉയർത്തിയ 204 റൺസ് എന്ന ഹിമാലയൻ ലക്ഷ്യം പന്തുകൾ ബാക്കി നിൽക്കെ വളരെ എളുപ്പത്തിൽ മറികടന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് IPL 2026 ഏറ്റവും ആധികാരികവും അവിസ്മരണീയവുമായ ഒരു മഹാവിജയം സ്വന്തമാക്കി. ചെപ്പോക്കിലെ മഞ്ഞക്കടലിന്റെ വിജയാഘോഷം, ഒരു ഇതിഹാസ പോരാട്ടത്തിന്റെ അന്ത്യം. ലക്നൌ സൂപ്പർ ജയന്റ്സ് പടുത്തുയർത്തിയ 204 റൺസ് എന്ന വമ്പൻ കോട്ട ചെന്നൈ സൂപ്പർ കിങ്സിന്റെ അചഞ്ചലമായ പോരാട്ട വീര്യത്തിനു മുന്നിൽ അക്ഷരാർത്ഥത്തിൽ തകർന്നടിയുന്ന കാഴ്ചയ്ക്കാണ് ഒടുവിൽ ചെപ്പോക്ക് സാക്ഷ്യം വഹിച്ചത്. ആദ്യ ഇന്നിംഗ്സിൽ ലക്നൌ ബാറ്റർമാർ, പ്രത്യേകിച്ച് ഷഹബാസ് അഹമ്മദും ജോഷ് ഇംഗ്ലിസും ചേർന്ന് സൃഷ്ടിച്ച കൊടുങ്കാട്ട് ചെന്നൈയുടെ പ്രതീക്ഷകളെ ഒരു നിമിഷം തല്ലിക്കെടുത്തിയെന്ന് തോന്നിച്ചെങ്കിലും മറുപടി ബാറ്റിംഗിൽ ചെന്നൈ പുറത്തെടുത്തത് അതിലും വലിയൊരു പ്രളയമായിരുന്നു. സഞ്ജു സാംസൺ നൽകിയ നിർഭയമായ മിന്നൽ തുടക്കവും നായകൻ ഋതുരാജ് ഗെയ്ക്വാദിന്റെ തികഞ്ഞ ഉത്തരവാദിത്തത്തോടുകൂടിയുള്ള ബാറ്റിംഗും ചെന്നൈക്ക് വിജയത്തിലേക്കുള്ള വഴി തെളിച്ചപ്പോൾ ഉർവിൽ പട്ടേൽ എന്ന യുവതാരത്തിന്റെ ബാറ്റ് തീർത്തത് IPL ചരിത്രം തന്നെ തിരുത്തിക്കിറിച്ച ഒരു മാന്ത്രിക കാവ്യമായിരുന്നു. വെറും 13 പന്തിൽ അർദ്ധ സെഞ്ചുറി നേടി ആ റെക്കോർഡ് നേട്ടം തന്റെ അച്ഛന് സമർപ്പിച്ച ഉർവിലിന്റെ ആ നിമിഷം കേവലം ഒരു ക്രിക്കറ്റ് മത്സരമെന്നതിലുപരി ഈ പോരാട്ടത്തെ വളരെ വികാരനിർഭരമായ ഒരു തലത്തിലേക്ക് ഉയർത്തി. ലക്നൌ ബൌളർമാരുടെ വജ്രായുധങ്ങളെയും സകല തന്ത്രങ്ങളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് അസാധ്യമെന്ന് തോന്നിച്ച ആ കൂറ്റൻ ലക്ഷ്യം ചെന്നൈ വളരെ അനായാസം തന്നെ മറികടന്നു. മത്സരത്തിന്റെ അവസാന റണ്ണും പിറന്നപ്പോൾ MA ചിദംബരം സ്റ്റേഡിയത്തിലെ 10,000 വരുന്ന ആരാധകരുടെ ഹർഷാരവം അക്ഷരാർത്ഥത്തിൽ ആകാശത്തോളം ഉയർന്നിരുന്നു. സ്റ്റേഡിയത്തിന്റെ നാനാഭാഗങ്ങളിലും മഞ്ഞക്കൊടികൾ വിജയശ്രീലാളിതരായി പാറിപ്പറന്നു.
എതിരാളികളുടെ കൂറ്റൻ സ്കോറിനു മുന്നിൽ പകച്ചു നിൽക്കാതെ അതിനെ വളരെ നിസ്സാരമാക്കി മാറ്റിയ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഈ അവിശ്വസനീയ പ്രകടനം IPL 2026 സീസണിലെ മറ്റ് ടീമുകൾക്കുള്ള വളരെ വ്യക്തമായ ഒരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു. തങ്ങളുടെ സ്വന്തം കോട്ടയായ ചെപ്പോക്കിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെ വീഴ്ത്തുക എന്നത് എത്രമാത്രം അസാധ്യമായ കാര്യമാണെന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് വേദനയോടെ തിരിച്ചറിഞ്ഞ ഒരു സയാനമായിരുന്നു അത്. ക്രിക്കറ്റ് എന്ന വികാരം അതിന്റെ സകല സൗന്ദര്യത്തോടെയും നാടകീയതയോടെയും അനിശ്ചിതത്വങ്ങളോടെയും നിറഞ്ഞുനിന്ന ഈ 53ാമത്തെ മത്സരം IPL ചരിത്രത്തിന്റെ സുവർണ താളുകളിൽ ഒരു ഇതിഹാസമായി തന്നെ എന്നെന്നും കൊത്തിവെക്കപ്പെടും. ഒരിക്കലും പരാജയം സമ്മതിക്കാത്ത പോരാളികളുടെയും അസാധ്യമായതിനെ ബാറ്റുകൊണ്ട് സാധ്യമാക്കുന്ന പ്രതിഭകളുടെയും കഥ പറയുന്ന ഈ ചെപ്പോക്ക് മാഹാത്മ്യം ലോകമെമ്പാടുമുള്ള ഓരോ ക്രിക്കറ്റ് പ്രേമിയുടെയും ഹൃദയത്തിൽ എക്കാലവും മായാത്ത ഒരു ഓർമ്മയായി നിലനിൽക്കും. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.